ഹായ് ഫ്രണ്ട്സ്, എല്ലാം വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഒരു കോട്ടയം കടത്തുരുത്തിയിലുള്ള മാംഗോ മെഡസ് എന്ന ഒരു അഗ്രികൾച്ചർ തീം പാർക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ പുതിയ ആളുടെ കേട്ടോ, പേര് വന്നേ അടിപൊളി. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മൾ കുറെ പേര് മാംഗോ മെഡസിന്റെ ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഒരു മാംഗോ മെഡസിന്റെ അങ്ങനത്തെ ഒരു ബ്ലോഗാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ ഒരു ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് അത് 350 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുക്കുന്ന സ്ഥലം ഇവിടെയാണ് ഉണ്ടല്ലേ. ഒരു കൗണ്ടർ ഇവിടെ, അവരുടെ ഒഫീഷ്യൽ കൗണ്ടർ ഇവിടെയാണ്. ഇവിടുത്തെ ആക്ടിവിറ്റീസിന്റെ മൊത്തത്തിലുള്ള ലിസ്റ്റാണ് കണ്ടോ. അപ്പൊ ഇതൊരു പാർക്ക് ഉണ്ടോ, കുട്ടികൾക്കുള്ള ഒരു പാർക്കാണ് ഇത് കണ്ടല്ലേ. അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ഈ പാർക്ക്. ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടോ. എന്താണ് നമുക്ക് സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നൊരു 12. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഇവിടുത്തെ സർപ്രൈസ് എന്ന് പറഞ്ഞത്. ഞങ്ങളിവിടെ ഒരു 12D തിയേറ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നാണ് അതിന്റെ ഇനോഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഇനോഗ്രേഷന്റെ വീഡിയോ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് ഉണ്ടല്ലേ. നമുക്ക് അതിന്റെ അകത്തോട്ട് കയറാം. തിയേറ്റർ ആണ് എന്ന് വെച്ചാൽ സീറ്റ് നമ്മൾ 6 ഡയറക്ഷനിലോട്ട് പറയുന്ന പോലെ 6 ഡയറക്ഷനിലോട്ട് മൂവ്മെന്റ്സ് ഉള്ളതാണ്. എന്ന് വെച്ചാൽ 16 സ്പെഷ്യൽ എഫക്ട്സും ഉണ്ട്. അപ്പൊ അതൊക്കെ 12D എന്നൊക്കെ പറയുന്നത് ഉണ്ടല്ലേ. അപ്പൊ ഇതാണ് നമ്മളെ തിയേറ്ററിനകത്തോട്ടാണ് കയറുന്നത് കണ്ടല്ലേ. ഇതാണ് നമ്മുടെ 12D തിയേറ്റർ. സീറ്റ് വേറെ ടൈപ്പ് അല്ലേ, ഇച്ചിരി കുഷൻ ഉണ്ട്. മറ്റേ എഫക്റ്റ് കൂടുതലുണ്ടോ? ഊഞ്ഞാലടിക്കോ? ആടണ്ടേ? ഇതുണ്ടോ പലതരത്തിലുള്ള ചെടികളുണ്ടോ. ക്ലേറോണിയം, ഫിലിപ്പീനിയം, മമ്മം, ചെണ്ടുമുല്ല, മോഹിനി, അങ്ങനെയുള്ള ടൈപ്പ് ചെടികളാണ് ഇവിടെ ഉള്ളത്. അവിടെയുണ്ട് കണ്ടോ. ഇതൊക്കെ ഇവിടെയുള്ള ചെടികളുടെ പേരാണ്. ഹിബിസ്കസ്, റോസ്, അമയാമ്പരത്തി, ചൈനീസ് ഹിബിസ്കസ്, ചൈനീസ് റോസ്, ഹിബിസ്കസ്, അങ്ങനെയുള്ള പല
ചെടികൾ ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തെ മരങ്ങളുടെയും ചെടികളുടെയും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കണ്ടോ? ബെഡോമി, കോക്കനട്ട് ട്രീ, ഫെനൽ ട്രീ, കോറൽ വുഡ്, റോസ് വുഡ്, സ്റ്റാർ ക്ലസ്റ്റർ, വെസ്റ്റ് ഇന്ത്യ മെഡുലാർ, പേർഷ്യൻ ലൈലാക്ക്, ഡിന്നർ പ്ലേറ്റ് ട്രീ. പല പല പേരുകളാണല്ലോ. അതിന്റെയൊക്കെ മലയാളം പേരുകൾ. തവിട്ടാൽ, തെങ്ങ്, പെരുംജീരകം, മഞ്ചാടി, നീട്ടി, പെൻതാസ്, അങ്ങനെയുള്ള പല സംഭവങ്ങൾ. അതിന്റെ ആ പേരിന്റെ മലയാളം അർത്ഥമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അടിപൊളി. ഇവിടെ ഒരു ചെറിയൊരു സ്ട്രീം പോലെ ഒരു സംഭവമുണ്ട്. ഇവിടെ വെള്ളം, കുളവും വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. ഇതില്ല മറ്റേ പുള്ളിയല്ലേ, ഇല്ല കേരളം ഉണ്ടാക്കിയ, കേരളം മഴവറിഞ്ഞുണ്ടാക്കിയ പരശുരാമന്റെ പ്രതിമ ഉണ്ടോ? പുള്ളി മഴ അറിയാൻ നിൽക്കും കേട്ടോ. പുള്ളിയെ എന്താ വാട്ടർ ഫൗണ്ടൻ ഉണ്ടോ? അതുണ്ട്. ഒരു കയ്യിലൊരു ശംഖ് പിടിച്ചു വെച്ച്. ഇത് കറക്റ്റ് തടിയുടെ ഡിസൈനിലുള്ള മറ്റേ എന്തുവാ സിമെന്റ്. കറക്റ്റ് ആ തടിയുടെ ഒരു എഫക്ട് ഉണ്ട് അതിന്. ശംഖ് ഇരിക്കുന്നുണ്ട്. ഒരാള് ശംഖ് പിടിച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ്. പിള്ളേരുടെ ഓരോ ഐഡിയകളുണ്ടോ? അതാണ്ടേ നമ്മുടെ കുട്ടൂസനും മായാവിയും ഡാഗിനെയൊക്കെ ഉണ്ടല്ലോ പുള്ളിയെ. പിന്നെ രാജു, രാധ. ഇതേതാ? ഇത് കവുങ്ങോ? അടക്കനട്ട് എന്ന് പറഞ്ഞ ട്രീ ആണ്. ഇത് ഉണ്ടോ? കവുങ്ങ്. ഇത് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ പുളിയാ. ഇത് നോക്കി എൻട്രൻസ് പല്ല്. ഇത് ഏകദേശം ഇവിടെയും വണ്ടർലയിലുണ്ട്. ഓരോരോ പിള്ളേർക്കുള്ള ചെറിയ റൈഡുകളുണ്ട്. കുട്ടുസെറ്റ്. ലുട്ടാപ്പി, രാജുവിന്റെ അതൊക്കെ ഉണ്ടല്ലോ. എന്ത് പഴം കൊടുക്കുന്നു? മാങ്ങ കൊടുക്കുന്നു. അടിപൊളിയുണ്ട്. വെൽക്കം ടു. പിന്നെ ഇവിടെ കുട്ടികൾക്ക് പറ്റിയ അങ്ങനത്തെ റൈഡുകളൊക്കെ ഉണ്ട്. ഒട്ടകം. ഇത് നമ്മുടെ സ്ലൈഡൊക്കെ ഉണ്ട്. എന്താ തവള കണ്ടോ? തവള, ഒട്ടകം. പിന്നെ നമ്മുടെ സീസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ട്രീസ് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ട്രീസ്, അതുപോലത്തെ ചെടികള്, ഔഷധ ചെടികള്, അതൊക്കെ ആയിട്ട് ഭയങ്കര റിച്ച് ആണിത്. പല ഔഷധ ചെടികളൊക്കെ ഉണ്ട്. ട്രീസും. ഇതിന്റെ പേര്, ഈ ചെടിയുടെ പേര് തെരുമിനീലിയ കറ്റാപ്പ. ബദാം, അടമരം, കടപ്പ, കെട്ടക്കുരു. ഇത് ബദാമാണല്ലോ. അപ്പൊ ഇവിടെ എന്തോ ഒരു തേയിലത്തോട്ടം കണ്ടോ? തേയിലത്തോട്ടമാണ് ഇവിടെ. തേയിലയുടെ കണ്ടോ? അടിപൊളി. ഈ ഒരു മരത്തിന്റെ പേരുന്നത് കാറ്റാടി മരമാണിത്. എന്താ? ഓസ്ട്രേലിയൻ പൈൻ ട്രീ. പിന്നെ ഇവിടെ ഒരു മരമുണ്ട്. ഇത് കെസ്രീന ഇക്വേസിയ. പല പേരുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ? കാപ്പിയും ഇവിടെ തേയിലത്തോട്ടം. ഇങ്ങോട്ട് എവിടുന്ന് കയറുന്നേ? ഇവിടുന്ന് ഇങ്ങനെ ഒരു പാസ് ചേട്ടോ. അടിപൊളി. ഇത് ട്രീ ഹൗസ് ആണെന്ന് തോന്നുന്നു. ട്രീ ഹൗസ് അല്ല, നമ്മുടെ ഒരു വ്യൂ പോയിന്റ്. ആണ് ഇത്. നല്ല വ്യൂ കിട്ടും ഇവിടുന്ന്. കണ്ടോ? ഫുള്ളൊരു വ്യൂ കിട്ടും. അടിപൊളി. ഇവിടെ നമുക്ക് ഇന്ന് റിലാക്സ് ചെയ്ത് സംസാരിക്കാനും ഫാമിലിയായിട്ട് സംസാരിക്കാനൊക്കെ നല്ലൊരു സ്പേസ് ആണിത്. ഇവിടെ കണ്ടോ? ഇവിടെയും നല്ല ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ? ഇതേതാ മരം? തെർമിനാല ഇലക്ട്രിക്ക. കരിമരുന്ന്, കറമരുത്.
പിന്നെ ഇവിടെ കണ്ടോ ഒരു കൊയ്ത്തുകാരി അമ്മമ്മയല്ല ഒരു പ്രതിമ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കയ്യിൽ അരിവാളൊക്കെ കണ്ടോ. ഇവിടെ എഴുതേക്കുന്നുണ്ടോ, 10 കിണറുകൾക്ക് തുല്യമൊരു കളം, 10 കളങ്ങൾക്ക് തുല്യമൊരു തടാകം, 10 തടാകങ്ങൾക്ക് തുല്യമൊരു പുത്രൻ, 10 പുത്രന്മാർക്ക് തുല്യൊരു വൃക്ഷം. അടിപൊളി, ഒരു നല്ലൊരു വാക്യമായിരുന്നു. ഇതിന് മണ്ടേ കയറി ഇരുന്നിട്ട് എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അല്ലേ, ആ സാധനമല്ലേ ഇത്? ഇതല്ലേ അതല്ല അതല്ലേ സാധനം? ഇതല്ലേ സാധനം? ആണല്ലോ. ചക്രം ചവിട്ടുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിക്കരുത്, കാരണം ഇത് നമ്മുടെ പൂർവികരുടെ ഓർമ്മ പുതുക്കലാണ്. ഇവിടെ ഒരു ചെറിയ ടീ ഷോപ്പ് ഉണ്ട്, മാംഗോ മെഡിസിന്റെ ഒരു ചെറിയ ടീ ഷോപ്പ് ഉണ്ട്. ചൂണ്ടയിടല്, പെഡൽ ബോട്ട്, സൈക്കിള്, ഗോകാർട്ട്, അതൊക്കെ ആ സൈഡ് അങ്ങോട്ടൊക്കെയാണ്. അത് കൊള്ളാലോ പരിപാടി. എന്തത്, വെള്ളച്ചാട്ടമാണോ? പഞ്ചാരപ്പഴം പഞ്ചാരപ്പഴ കോട്ടൺ ക്യാൻഡി ബെറിയോ? ഉണ്ടോ വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടോ? ഉള്ളാലോ പരിപാടി. ഇതിനകത്ത് എന്തോ നമുക്ക് കയറാൻ പറ്റുമോ? നോക്കാം. അതെന്താ സംഭവം? മീനൂട്ട് പാലം, ഫിഷ് ഫീഡിങ് ബ്രിഡ്ജ്. ഫിഷ് ഫീഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കിട്ടുമോ? ഉണ്ടോ? ഓ അടിപൊളി, കണ്ടോ? അടിപൊളി. അടിവശം നോക്കി അങ്ങോട്ട് താഴോട്ട് നോക്ക്. മീനുണ്ടോ? അതെന്താ സാധനം? അത് നോക്കിയേ. മോട്ടറാണോ? മോട്ടറല്ലേ? ഇതോ ആ വെള്ളം തെറിക്കുന്നുണ്ടോ? അടിപൊളി. ഓ അടിപൊളി. അത് വഞ്ചിയോ? ചെറിയൊരു തോണിയുണ്ട്, തോണി. ഇത് ആ സൂപ്പറേ. ഇതേതാ മറ്റേ കരിമീൻ കണ്ടോ? അടിപൊളിയെ കരിമീൻ കണ്ടോ? എന്തോ വലിപ്പം അതിന്. കണ്ടോ? അടിപൊളി. എന്ത് വലിപ്പം ഇത്. ഓക്കെ, നമുക്ക് ചാവാറായി കാണോ? എന്തുകൂടി പറയുന്നു? ഫുൾ ഗ്രൗണ്ട് ആയി കാണും. ഇത് നമ്മുടെ വെള്ളത്തില് വീഴുമ്പോ നമുക്ക് പൊങ്ങിക്കാനേ, അല്ലെങ്കിൽ നമ്മള് മുങ്ങി പോത്തില്ലേ? നമ്മളിതി പിടിച്ചിരിക്കുമ്പോ നമ്മള് മുങ്ങി പോത്തില്ല, മനസ്സിലായോ? തൊഴിഞ്ഞു പോയല്ലാണ്ട് ബോട്ട് കണ്ടോ? ചെറിയ ബോട്ട് കണ്ടോ? ബോട്ട് കണ്ടോ? റൂമുകളാണേ, അത് റൂമുകള് അത്രയാണ്ട്. ഇത് കണ്ടോ? റൂമുകൾ കണ്ടോ? അതൊക്കെ നമ്മള് താമസിക്കാനുള്ള സ്റ്റേ ചെയ്യാനുള്ള റൂമുകളാണ്. അതും കായലിൽ തന്നെയാണ്. നോക്കി, ഒരു കോട്ടേജ് റൂമാ അത്. നമ്മുടെ സൈക്ലിങ് അവിടെ ആണെന്നാ തോന്നുന്നത്. ഓക്കെ, ഇതെന്താ ഇങ്ങനെ ഇവിടെ കൂട്ടമായിട്ട് വയ്ക്കുവാണോ?
ഇട്ട് കൊടുക്കുമായിരിക്കും രാവിലെ. കുറെ തീറ്റകൾ ഇങ്ങനെ ടൺ കണക്കിന് തീറ്റകൾ ഇട്ട് കൊടുത്തിട്ട് മീനുകളെ വൈകുന്നേരം വരെ ഇവിടെ പിടിച്ചു വെക്കുമായിരിക്കും ചെയ്യുന്നത്. ഇത് മേളിലോട്ടൊരു ഇതുണ്ടായിരുന്നേ, നമുക്ക് മേളിലോട്ട് കയറി നോക്കാം. അമ്മ ഓ അടിപൊളി. യാത്ര ചെയ്യാനാണ് നല്ലത്. പൊളിയല്ലേ? മറ്റൊരു റോബാന്നാ തോന്നുന്നത്. പൊളിയല്ലേ? ഇവിടുന്നുള്ള വ്യൂ കൊള്ളാല്ലേ? പക്ഷെ ഇത് പണി റോബയുടെ പണി എടുക്കാന്നാ തോന്നുന്നത്. അതാണ്ട് നമ്മള് താഴെ നിന്ന് കണ്ടല്ലേ, അതുകൊണ്ട് ചാടുന്നുണ്ടോ? ഇത് കണ്ടോ, പല പല ഔഷധ മരങ്ങളും എല്ലാം ഒരേ ഇതില് കെട്ടി കവർ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? പൊളി. ഇതൊക്കെ ഏതൊക്കെ മരം ഉണ്ടോ? ഓരോന്നിനും ഓരോ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. വടകപ്പുളി, റംബൂട്ടാൻ. ഇത് നെഫ്രേലിയൻ ഫിഷ്. ഇത് റംബൂട്ടാൻ തന്നെ, അതിന്റെ സയന്റിഫിക് നെയിം. ഏതൻ തോട്ടം, 174 വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ്. നമുക്ക് നോക്കാം. 174 വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാ മുളക് നെല്ലി, സൂര്യാം ചെറി, ടാമറിന്റെ വാളംപുളി, നമ്മുടെ വാളംപുളി. പിന്നെ ഇതാ ആകാശവെള്ളരി, അതാണിത് ആകാശവെള്ളരി. മെക്സിക്കൻ ചാമ്പ, നമ്മുടെ മെക്സിക്കൻ ചാമ്പ. വളങ്കുന്ന ഉണ്ട്. ഇവിടുത്തെ കുറെ കിടക്കുന്നുണ്ടോ? പിന്നെ ഇത് റംബൂട്ടാൻ കിങ്, റംബൂട്ടാൻ കിങ്. അത് അതിന്റെ ഒരു ഓരോ റംബൂട്ടാൻ തന്നെ വേറെ സ്പീഷീസ് ആണിത്. ബാങ്കോക്ക് ചാമ്പ. അത് സംഭവം ഓറഞ്ച് മധുരനാരങ്ങ. ഇതാണ് മധുരനാരങ്ങയുടെ പ്ലാന്റ്. പിന്നെ ഇത് മധുര അമ്പഴങ്ങ. അമ്പഴങ്ങയുടെ വേറെ സ്പീഷീസ് ആണെന്ന് തോന്നുന്നു. കണ്ടില്ലേ? പിന്നെ അങ്ങോട്ട് കുറെ കിടക്കുന്നു. എവിടെ? അവിടെ ഒരു വളവുണ്ട്. ഒരുപാട് 174 എന്റെ പൊന്നെ അങ്ങോട്ട് കിടക്കും കേട്ടോ. അങ്ങോട്ടല്ല, ഇനി ഇങ്ങോട്ടുണ്ട്. കുറെ വഴികളുണ്ട്. ഇതെന്താ? പാണൽ പഴം, കറമ്പാണൽ, പാണൽ പാൻസി, റംബറി, കാട്ടുപാണൽ. പിന്നെ ഇതാ വെൽവെറ്റ് ആപ്പിൾ. വെൽവെറ്റ് ആപ്പിളിന്റെ ഒരു ട്രീ ആണിത്. പിന്നെ ഇതേതാ? ഇത് മൂസമ്പിയുടെയാണ്. മൂസമ്പിയുടെയാണ്. ഇതെന്തിന്റെ ബോർഡ് വെച്ചിട്ടില്ല. ഏതാ? അത് ഇതിന്റെ തന്നെ. ഇതിന്റെ ബോർഡ് വെച്ചിട്ടില്ല. അതാണ് ഇവിടെ ഉണ്ടല്ലോ. എന്താ? ഓ, ഇത് നമ്മളെ നേരത്തെ കണ്ട അത് തന്നെ. നമ്മുടെ റംബൂട്ടാൻ കിങ് എന്ന് പറയുന്ന വേറെ സ്പീഷീസ്. ഇത് കെരഫിലേറ്ററിങ് കിളിഞ്ഞാവൽ പഴം. കണ്ടോ? കിളിഞ്ഞാവൽ എന്നാണ് ഇതിന്റെ പേര്. ഹോളി ഫ്രൂട്ട് ട്രീ. കൂവളം കഴുകം, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പേര്. കടകം.
ഇതേതാ പൈനാപ്പിൾ അണ്ണാരച്ചക്ക അനസപ്പഴം അങ്ങനൊക്കെ. ഓ, പല പല പേരുകൾ അതിന്റെ. ഇത് നമ്മുടെ സാധാ കൈതച്ചക്ക പൈനാപ്പിൾ കണ്ടാ. ഇല്ല, അവിടെ ഉണ്ട്. ഏതാ ചളിയക്കനി പൂച്ചപ്പഴം എന്ന സംഭവമാണ് ഇത്. പിന്നെതാ അണ്ടേ ജുബോട്ടിക് ക്യാബ അങ്ങനെ എന്തോ പറയുന്നൊരു പഴമാണിത്. പേരുണ്ടോ? പേരയാണിത്. പിന്നെ അങ്ങോട്ടുള്ള ഓരോ ട്രീസും നമ്മുടെ ഫ്രൂട്ട്സിന്റെ ട്രീസാണ് ഇതൊക്കെ. എന്താ ഇത്? ഇതിന്റെ പേരെടുത്ത് എന്തോ രാജപ്പുളി. ഇവിടെ എന്താ പെൻഡലം റൈഡ്, അങ്ങനെയുള്ള റൈഡ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. എയർ പെൻഡലം ഉണ്ടല്ലോ, അതാണ് സംഭവം. ഇതിപ്പോ കുട്ടികൾക്കുള്ള റൈഡുകൾക്കുള്ള ഒരു എൻജോയ്മെന്റ് ഏരിയ ആണിത്. കള്ളുഷാപ്പ് ഉണ്ട്, ടോഡി. ഇവിടെ ഒരാളുടെ ഒരു മാമന്റെ പ്രതിമയുണ്ട് ഇവിടെ. ഇത് എയർ പെൻഡലം കണ്ടോ? പെൻഡലമാണിത്. ഇത് നമ്മുടെ വീഗാലാൻഡിനെ കാണുന്ന ഇവിടെ എന്താ സംഭവം? ഇത് ബാലരമ കേവ് അല്ല, ജസ്റ്റ് ഒരു കുട്ടൂസനൊക്കെ ഉണ്ടല്ലോ. കുട്ടൂസനും ലുട്ടാപ്പിയും ഡാഗിനിയും ഒക്കെ ഉണ്ടല്ലോ. ഹലോ അമ്മേ, എന്താ നമ്മളുടെ ജാടയാണോ? ഇത് കുട്ടൂസന്റെ ഡാഗിനിയുടെ വീടാട്ടോ. നമ്മുടെ മരത്തിന്റെ വീട് കാണിക്കത്തില്ലേ? കാടിയൊക്കെ ഒന്ന് പഠിച്ചൂടെ? ഇതെന്താ സംഭവം? ഇത് മറ്റേ ചെമ്പരത്തി അല്ലേ? ഇത് വേൾഡിലെ ബിഗസ്റ്റ് ബൈബിൾ സ്റ്റാച്യു ഇവിടാണ്. കണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ സ്റ്റാച്യു ഇവിടാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ സ്റ്റാച്യു ആണിത്. കണ്ടോ? എന്ത് ചുണ്ടൊക്കെ അടിപൊളി. ആ തൊടുമ്പോ ഒരു പേപ്പറിന്റെ ഫീൽ ഉണ്ട് കേട്ടോ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, എനിക്കെതിരെ അങ്ങ് പുതിയ സാക്ഷികളെ അവതരിപ്പിക്കും, എന്റെ നേർക്കുള്ള പീഡനങ്ങൾ അങ്ങ് വർദ്ധിപ്പിക്കും, പുതിയ സൈന്യത്തിനെതിരെ അങ്ങ് എനിക്കെതിരെ നിർത്തും. അപ്പൊ നമുക്ക് ആ 12D തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന്റെ ആ ഒരു വിഷയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആ വിഷയിലേക്ക് കിടക്കാം. അപ്പോ നാം എല്ലാവരും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു പുതിയ നാളിലേക്ക് കിടക്കുകയാണ്. ഇപ്പൊ നമ്മുടെ മാംഗോമഡോസും ഇന്ന് പുതിയൊരു ചുവടുവയ്പ്പാണ്. നമ്മുടെ ഏറ്റവും പുതിയ സംരംഭമായ 12D തിയേറ്ററിന്റെ ഉദ്ഘാടന ചടങ്ങിനായാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കടുത്തുരുത്തി പഞ്ചായത്ത് MLA ശ്രീ മോൻസി ജോസഫ് സാർ, ശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PV സുനിൽ സാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൈനമ്മ ഷാജുമ, ബഹുമാനപ്പെട്ട ശ്രീ വൈസ് പ്രസിഡന്റ് പ്രമോദ് സാർ, നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി പൗളി ജോജുമ, എക്സ് വാർഡ് മെമ്പർ ശ്രീ പുരുഷോത്തമൻ സാർ, നമ്മുടെ ബഹുമാനപ്പെട്ട CMD ശ്രീ NK കുര്യൻ സാർ, മണ്ഡലവാർഡ് ഡയറക്ടർ ശ്രീ സോണി മാത്യു സാർ, മണ്ഡലവാർഡ് ഡയറക്ടർ ശ്രീ സനൽകുമാർ സാർ,
ശ്രീ അഡ്വക്കേറ്റ് ജോസഫ് നക്കരി സർ, ശ്രീ ബിജു പള്ളിക്കൽ സർ, ആൻഡ് നമ്മുടെ ഡയറക്ടർ ശ്രീമതി ലതിക കുര്യമ്മ, നമ്മുടെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുദർശൻ സർ, എല്ലാവരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യണം. നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ മൗനമായി നമ്മുടെ ഈ സംരംഭം പുതിയവരിലേക്ക് എത്തുന്നതിനായി എല്ലാവർക്കും ഈശ്വരനോട് പ്രാർത്ഥിക്കാം. വിജയകരമായി തീർക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണ പ്രകാശം അടുത്തായി നമ്മുടെ ആദ്യ ടിക്കറ്റ് വിൽപ്പനയാണ്. ഫസ്റ്റ് ടിക്കറ്റ് വിൽപ്പനയാണ്. ഞാൻ പറഞ്ഞ എണ്ണം പേര് കൊടുക്കുന്നു. ശ്രീ മോൻസ് സാർ, പി വി സുനിൽ സാർ, ഡോക്ടർ സൈന ഷാജു, സി പ്രമോദ് സാർ, ശ്രീമതി പൗളി ജോസഫ്. ആ കോർണർ എടുത്തിട്ടുണ്ട്. ആ കോർണറിൽ പോയി എടുത്തോ. ആ കോർണറിൽ നിന്ന്
എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടാമത്തെ ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മലവെപ്പ് മാറിയിട്ടില്ല. എവിടെ ഇരുന്നാലും മരിച്ചു പോകുന്നു. അന്ന് കണ്ടതും ഇപ്പോഴായിട്ട് എങ്ങനെയുണ്ട്? എന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം മറ്റത് നമ്മളിങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടത്തിന് വലിയ തിയേറ്ററാണ്. ആ, ഇത് ഈ ചെറിയ തിയേറ്ററിനകത്ത് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ഫീൽ ചെയ്യും. അതാണ് അതിനകത്ത്. ഇത് 12 സീറ്റ് 8 സീറ്റേ ഉള്ളൂ. മാക്സിമം 12 ആണ്. ഓക്കെ, ഇതിൽ നമ്പർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീൽ ചെയ്തു. രണ്ടിൽ കൂടുമ്പോൾ ഫീൽ വരും. മറ്റത് അവിടെയെല്ലാം ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവരും 500 പേരെ നിർത്താം. അപ്പൊ വലിയൊരു റോഡ് പോലെ അതിനകത്താണ് അത്രയും നമ്മൾ ഫീൽ ചെയ്തില്ല. പക്ഷെ എങ്കിലും ഇതൊരു സൂപ്പർ എഫക്റ്റ് ആണ് സാർ. കൺഗ്രാറ്റുലേഷൻ. ഇതെല്ലാം ഫുള്ളി ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനയിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെയാണ് ഇത് സിനിമകളാണെങ്കിൽ തന്നെ എല്ലാം പുറത്തുനിന്നാണ്. അപ്പോൾ ആ പുറത്ത് കിട്ടുന്ന അതേ ഫീൽ തന്നെ നമുക്ക് ഇവിടെ ഞങ്ങൾ ഗ്രീൻ ടീക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ ടീമിനെ ഇതുണ്ടോ പാടം കണ്ടോ? പാടം പൊളി. ഇതൊക്കെ ഇപ്പൊ കാണാൻ കിട്ടാത്ത കാഴ്ചയാണ്. ഇത് മറ്റേ സ്പീഡ് ബോട്ട് ഉണ്ട് ഇവിടെ. കൊച്ചു പിള്ളേരെ ചൂണ്ടിട്ടാ കിട്ടത്തില്ല. മീന് കണ്ടോ ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ടോ? ചൂണ്ടൻ ചെറുത് അടിപൊളി. നല്ല വെറൈറ്റി, നല്ല നാച്ചുറൽ സീനിക് ആട്ടോ. ഒരു ചൂണ്ടയും കൂടെ ഉണ്ടല്ലോ. ചൂണ്ടയിടുന്നോ? ചൂണ്ടയിടോ? മീനുണ്ടോ അതിനകത്ത്? അതാണ്ട് ചെറിയ ചെറിയ മീനുകളുണ്ടല്ലോ. ഇതുണ്ടോ? ഹൗസ് ബോട്ടിലാണ് അവിടെ എല്ലാരും. ഫാമിലി ഹൗസ് ബോട്ടാണിത്. ഭയങ്കര വലുതാണല്ലോ. ചൂണ്ട പൊരിച്ചിട്ടങ്ങ് പോയി. അത് കൊത്തിട്ടങ്ങ് പോയി. എന്ത് പറ്റി? അപ്പോഴേക്ക് ഒരെണ്ണം കൊത്തിയപ്പോഴേക്ക് ഞാനിങ്ങനെ എടുത്തു. എന്താ എൻഫോറിയാമലി റോസ്? ഇത് പൂക്കളുടെ അല്ലേ? ആ പിള്ളേരെ വിളിച്ചോട്ട് വാ. അമലേ വാ. ഫിലിപ്പേനിയം, 2 മല്ലി, ചെണ്ടുമില്ല, മോട്ടോർ മോഹിനി. ഓ, പല പല പേരുകൾ. സ്വിമ്മിംഗ് പൂളൊക്കെ ഇവിടെ ആണ്. ബുദ്ധ ബാംബു, ബുദ്ധാസ് ബെല്ലി ബാംബു എന്നാണ് ബുദ്ധ ബാംബു എന്ന് പറയുന്നത്. ബാംബു ട്രീ. പക്ഷി നിരീക്ഷണ കേന്ദ്രം, ബേർഡ് സാങ്ച്വറി. തങ്ങൾ കൂട്ടുന്ന കറികളിലെ പച്ചക്കറി കഷ്ണങ്ങൾ ഏതെന്ന് പോലും അറിയാത്ത പുതുതലമുറയിലെ കുട്ടികളാണ് മാംഗോ മെഡോസിന്റെ ലക്ഷ്യം. ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഒരു MD ആയ NK കുര്യൻ സാറാണ്. ഓക്കെ, ഈ റോഡ് ഡോക്ടർ MS സ്വാമിനാഥൻ റോഡ്. ഫാദർ ഓഫ് ദി ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ മാൻകുംബ സാംബശിവൻ സ്വാമിനാഥൻ. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ആണ്. ഭയങ്കര എന്തോ ട്രീസ്, നല്ല തണലാട്ടോ അവിടെ മൊത്തം. ഈ ഭാഗത്തെ മരങ്ങളും ചെടികളും. ഇത് ഈ ഭാഗത്ത് നിൽക്കുന്ന ചെടികളുടെ പേരുകളാണിത്. നീർമരുത്, കീരിക്കുഴങ്ങ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. കീരിക്കിഴങ്ങ് സാധാരണ കിഴങ്ങിനെക്കാട്ടിലും ചെറിയത്. ട്രീ ഹൗസ് ഉണ്ടോ? ഒന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ. ഓ, ലോക്ക്ഡ് ആണ്. ട്രീ ഹൗസ് ആണിത്. സ്റ്റേ ചെയ്യുന്നവർക്കുള്ള ട്രീ ഹൗസ് ആണിത്. ഉണ്ടോ? പൊളി. നമ്മ കിടില്ലേ? ഓ, ഇവിടെയും വയലാണല്ലോ. കറ്റാറുവാഴ, നക്ഷത്രവനം, സൈക്കിൾ ഗോ കാർട്ട്. ഓ, ഫ്ലൂട്ട്. പുള്ളി അവിടെ നിന്ന് ഫ്ലൂട്ട് വായിക്കുന്നുണ്ടോ? നിക്കേ.
നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് കാണണം. നാടൻ പാട്ട് ഏതായാലും മതി. നാടൻ പാട്ട് ഏതായാലും മണിച്ചേട്ടന്റെ പാട്ട്. കള്ളിപ്പൊങ്കുഴി എന്നുള്ള പാട്ടില്ലേ, അതാണ് ബെസ്റ്റ്. പൂമുത്തോളം എന്നുള്ള പാട്ടില്ലേ, മറ്റേ പൂമുത്തോളം എന്ന പാട്ടറിയോ? നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ് ഇത്. എന്താ പേര്? അലൻ നമ്മൾ വ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബിലേക്കാണ്. ശരി, ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ജയൻ. ജയൻ. എവിടെയാണ് സ്ഥലം? നമ്മുടെ അടുത്ത് തന്നെ. കാണാം. ആയിക്കോട്ടെ. അതുകൊണ്ട് ഇത്തി മാടെ ചില പ്രേതപടങ്ങളിൽ കാണുന്നത് പോലെ ഇത്തിയായിട്ട് ഉത്തരം നാളിന്റെ ഒരു വൃക്ഷമാണ്. നല്ല ചില പ്രേതപടങ്ങളില് പ്രേതമായിട്ട് തൂങ്ങിച്ചാവുന്നത് അങ്ങനത്തെ ഒരു ഹൊറർ എഫക്റ്റ് ഉണ്ട് ഇതിന്. ഇതുണ്ട് കറ്റാർവാഴയുടെ ഇതാണ്. കറ്റാർവാഴ, ചേമ്പ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് നടന്നാലും ഒറ്റ ദിവസം കൊണ്ടൊന്നും കണ്ടു തീരത്തില്ല. അമ്മാതിരി ഐറ്റങ്ങളാണ്. ട്രെയിൻ വരുന്നുണ്ടോ? അടിപൊളി. ഇവിടെ നിന്ന് റൗണ്ട് അടിക്കുമെന്ന് തോന്നുന്നു. ഇല്ല, നേരെ പോവാ. ഇതുണ്ടോ ആത്മാവ് തറ. ഇത് പീപ്പിൾ ട്രീ. നമ്മുടെ ആൽമരവും മാവും കൂടെ രണ്ടും കൂടെ ഉള്ള ഉണ്ടോ. ഇവിടെ ഒരു കള്ള് ഷാപ്പിൽ കയറിയിട്ടുണ്ട്. നമ്മള് ചിന്തയിലും മറ്റേ എന്തോ കപ്പയും മീൻകറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ഒന്ന് നോക്കാം, ടെസ്റ്റ് ചെയ്താൽ നോക്കാം. ശരിയാ ആ ഓക്കെ. ആദ്യം ഒരു കപ്പ എടുക്കാം. നോക്കട്ടെ.
ഇതുണ്ടോ കപ്പാണോ പൊളി കാണും പൊളി നല്ല അടിപൊളിയാണ്. അടിപൊളിയെന്നാണോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സൂപ്പർ. കിടുവാണോ എങ്ങനെയുണ്ട് ആഹാ മീൻകറി വന്നു മീൻകറി യോഗോ കുടംപുളി ഇട്ട് വറ്റിച്ചെടുത്ത മീനെ കപ്പ മീൻകറി ഇങ്ങോട്ട് വയ്ക്കും എനിക്ക് കൂടെ തട്ടി വീഴ്ച ഓക്കെ അങ്ങനെയുണ്ട് മീൻകറി ആ പോയി പൊളിച്ച് പൊളിയാണ് നല്ല കോമ്പിനേഷൻ അല്ല അവിടെ ഒരു കോട്ടയംകാരുടെ കപ്പ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കൊല്ലംകാരൻ അങ്ങനെയല്ല കപ്പ ഞങ്ങൾ പുഴുക്കായിട്ട് വെച്ച് ഞങ്ങൾ കപ്പ വേവിക്കുക വേവിക്കാം ഉള്ളോ കുഴഞ്ഞിരിക്കണം. പിന്നെ ഞങ്ങള് വല്ലാണ്ട് ഒരു തരത്തിൽ ഉണ്ടാക്കി ഇങ്ങനെ തുണ്ടം വെള്ളത്തിൽ അത് നല്ലതാ. അപ്പൊ നമ്മള് ഇവിടെ നിന്നാണ് നമ്മള് കപ്പയും മീൻകറിയും കഴിച്ചത്. അപ്പൊ ഫുഡ് പൊളിയായിരുന്നു കേട്ടോ. എങ്ങോട്ട് പോവാ? എന്തുവാ? പരിപാടി എന്തുവാ? വെള്ളമില്ലാത്ത ഇലന്തപ്പഴം ആ അതിന് വെള്ളമില്ല, അതായത് വാടാത്ത സാധനം. നമുക്ക് ഇങ്ങോട്ട് പോവാം. എങ്ങോട്ട്? നേരെ എന്തായാലും ഐതിഹ്യമുള്ള മരം അത്. പഞ്ചാരപ്പഴം ഇതുണ്ട്. ഇവിടെ ഇരിക്കാൻ പറ്റുന്നൊരു നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാനുള്ള ഒരു സ്പേസാണ്. ഉണ്ടാക്കിയ സ്ഥലം. വാ കടിയുണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ ഈ മാംഗോ മേഡേഴ്സിന്റെ ഒരു ട്രാവൽ വ്ലോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്ക് കിട്ടും.